നേര്യമംഗലം പാലം കടക്കാതെ തന്നെ മൂന്നാറിലേക്കൊരു യാത്ര. അടിമാലിയൊന്നും കൂടാതെ ഇടുക്കിയുടെ മലയോര കാഴ്ചകളുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് പെരിയാറിന് സമാന്തരമായി കിടക്കുന്ന ഒരു റൂട്ടിൽ കൂടെ നിറയെ വെള്ളച്ചാട്ടങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള ഒരു റൂട്ട്. ആ കിടിലൻ റൂട്ടിൽ കൂടെ ചെന്ന് നമ്മൾ മൂന്നാറിനടുത്തായിട്ടുള്ള ഒരു കിടിലൻ റിസോർട്ടിൽ സ്റ്റേ ഒക്കെ എടുത്ത് ഫുൾ ഫാമിലി ടൈമൊക്കെ എൻജോയ് ചെയ്തിട്ട് അതിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന ചെങ്കുളം ഡാമിൽ കൂടെ ഒരു സ്പീഡ് ബോട്ടിങ്ങും അവിടുത്തെ ആക്ടിവിറ്റീസും എല്ലാം ചെയ്തിട്ട് മടങ്ങി വരുന്നതാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ്. ഗൂഗിൾ മാപ്പിൽ നമ്മൾ സ്റ്റേ എടുത്തിട്ടുള്ള ബെൽവിതാര റിസോർട്ട് അടിച്ചപ്പോൾ കിട്ടിയ റോഡാണ്. നേര്യമംഗലത്ത് നിന്ന് തിരിഞ്ഞ് പൈനാവ് ചെറുതോണിക്ക് പോകുന്ന റോഡാണിത്. അപ്പോൾ നമ്മൾ നേര്യമംഗലം പാലമൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ റോഡ് തിരിഞ്ഞ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെരിയാറിന് സമാന്തരമായിട്ടാണ് നമ്മൾ ഈ യാത്ര മുഴുവൻ. ഏകദേശം ഒരു 20-25 കിലോമീറ്ററോളം പെരിയാർ പുഴയുടെ സൈഡ് ചേർന്ന് തന്നെ ഒരു സൈഡിൽ മുഴുവൻ മലകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട്, മറു സൈഡിൽ പെരിയാറും പെരിയാറിൻ്റെ വൈദ്യുതി ഉൽപ്പാദന പ്രൊജക്റ്റുകൾ, KSEBിയുടെ പ്രൊജക്റ്റുകളും മലനിരകളും ഒക്കെ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണിത്. അപ്പോൾ ആശ്ചര്യമെന്ന് പറയട്ടെ, മൂന്നാറിലേക്ക് പോകേണ്ടിയവർക്കും ഈ റൂട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അടിമാലി റൂട്ടിൽ നമുക്ക് കണ്ടമാനം ട്രാഫിക്കും ബ്ലോക്കൊക്കെ ഉള്ള സമയങ്ങളിൽ ഈ റൂട്ട് തിരിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യമായ സമയനഷ്ടം ഒന്നും തന്നെ വരുന്നുമില്ല. ഇഷ്ടം പോലെ കാഴ്ചകൾ ആസ്വദിച്ച് നമ്മൾ സ്ഥിരം പോകുന്ന മൂന്നാർ റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റൂട്ടാണിത്. അപ്പോൾ നിങ്ങൾ മൂന്നാറിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നേര്യമംഗലം ഈ ചെറുതോണി റൂട്ട് തിരഞ്ഞെടുത്ത് പൊക്കോളുക. ഏകദേശം 1.5 മണിക്കൂർ സമയമാണ് ഗൂഗിൾ മാപ്പിൽ നേര്യമംഗലത്ത് നിന്ന് ബെൽവിതാര റിസോർട്ട് വരെ കാണിച്ചത്. ആ 1.5 മണിക്കൂർ സമയവും നമുക്ക് ഇതേപോലെ മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ റോഡിൻ്റെ സൈഡിൽ തന്നെ കാണാൻ കിട്ടി. വണ്ടി നിർത്താതെ തന്നെ നമുക്ക് വെള്ളച്ചാട്ടങ്ങളെല്ലാം ആസ്വദിച്ച് ഈ പച്ചപ്പും ഹരിതാപയും എല്ലാം കണ്ട് ഒരു സൈഡിൽ പെരിയാറിൻ്റെ കാഴ്ചകളും അതിലെ KSEBിയുടെ പ്രൊജക്റ്റുകളൊക്കെ ആസ്വദിച്ച് കണ്ട് നമുക്കങ്ങ് പോകാൻ പറ്റിയേ. ഈ നേര്യമംഗലം ചെറുതോണി റൂട്ട് യാത്ര ചെയ്തപ്പോൾ എത്ര വെള്ളച്ചാട്ടങ്ങൾ കണ്ടു എന്ന് എന്നെ തിട്ടപ്പെടുത്താൻ പറ്റിയില്ല. കണ്ടതിലെ ഒരു വലിയ വെള്ളച്ചാട്ടം കേട്ടോ ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാവേ. അത് കഴിഞ്ഞ് കുറേയും കൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഇത് കണ്ടില്ല, നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഏരിയ ആണിത്. ഇവിടെ നമുക്ക് പനംകുറ്റി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്നൊരു ബോർഡ് കാണാം. അവിടെ ഫോറസ്റ്റ് ഓഫീസുണ്ട്. അവിടെ നിന്ന് നമ്മൾ വേറെ റോഡിലോട്ട് കയറിയിട്ട് മൂന്നാറിലോട്ട് തിരിയുവാണേ. ഇതുവരെ നമ്മൾ വന്ന റോഡ് വെച്ച് നോക്കുമ്പം അല്പം കൂടി സാമാന്യം വലിപ്പമുള്ള റോഡാണ്. ഇവിടെ വെച്ച് നമുക്ക് പെരിയാറിന് കുറുകെ ഒരു പാലം കാണാം. നമുക്ക് ആ പാലം കടന്നു വേണം പോകാനായിട്ട്. അതിന് തൊട്ട് മുന്നിലായിട്ട് ഒരു പവർ ഹൗസ് കാണാവേ. ഇതാണ് നേര്യമംഗലം ഹൈഡ്രോ പവർ സ്റ്റേഷനാണത്. ആ മലമുകളിൽ നിന്ന് വരുന്ന വലിയ പെൻ സ്റ്റോക്കുകൾ കണ്ടില്ലേ, അത് മുതിരപ്പുഴയിൽ കെട്ടിയിരിക്കുന്ന ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്നതാണേ. ആ പെൻ സ്റ്റോക്ക് വഴി വെള്ളം കൊണ്ടുവന്ന് ഈ പവർ സ്റ്റേഷനിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനം കഴിഞ്ഞുള്ള വെള്ളം ഈ പെരിയാറിലേക്കാണ് ഒഴുക്കി വിടുന്നത്. അങ്ങനെ നമ്മൾ നേര്യമംഗലത്ത് നിന്ന് ഏകദേശം ഒരു 1.25 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞപ്പോൾ നമ്മൾ പോകേണ്ട ബെൽവിതാര റിസോർട്ടിലെത്തിയേ. ഇത് ഈ മൂന്നാറിന് മുന്നേ ആയിട്ട് ആനച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനടുത്തായിട്ടാണ് നമ്മൾ ഈ റിസോർട്ട് ഇരിക്കുന്നത്. മൂന്നാറിലെ തന്നെ ഡ്രീം ക്യാച്ചറൊക്കെ റൺ ചെയ്യുന്ന സ്പൈസ് കൺട്രി എന്നുള്ള ഗ്രൂപ്പിൻ്റെ പുതിയൊരു പ്രോപ്പർട്ടിയാണിത്. ഇതെന്താ ഈ കളർ വ്യത്യാസം ഉണ്ടല്ലോ, ഇതെന്താ വെൽക്കം ഡ്രിങ്ക്? ഹെർബൽ കോഫി. അതിനെന്താ പ്രത്യേകത? എന്താ? നമ്മുടെ പ്ലാന്റേഷൻ എന്നുള്ള സ്പൈസസ് വെച്ചിട്ട്, മൂന്നാർ സ്പൈസസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. എല്ലാ സ്പൈസസും വരുന്നുണ്ട്, കാർഡമം, സിനമം, അങ്ങനെയെല്ലാം തന്നെ വരുന്നുണ്ട്. നമ്മുടെ പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ചുക്ക് കാപ്പിയുടെ ഒക്കെ ഒരു ചെറിയൊരു ഫീല് കിട്ടുന്നുണ്ടല്ലേ. നമ്മൾ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ചുക്ക് കാപ്പി എന്നൊക്കെ പറഞ്ഞ് പല കണ്ടന്റ് കോഫിക്കകത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് ഞാൻ കാണിച്ചു തരാവേ. സ്പൈസ് കൺട്രി എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സ് ആണ് ഇവർ. അപ്പോൾ അതിൽ ഇവർ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു റിസോർട്ടാണ് ഇവിടെ. നമ്മുടെ ചെങ്കുളം റിസർവോയർ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. കണ്ട ചെങ്കുളം റിസർവോയറിൽ ഒരുപാട് ആക്ടിവിറ്റീസ്, ബോട്ടിങ്ങും പെഡൽ ബോട്ടിങ്ങും അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ആയിട്ടുള്ള ആ റിസർവോയറിൻ്റെ വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ റിസോർട്ടാണിത്. അപ്പോൾ നമ്മൾ 2 റൂമാണ് എടുത്തേക്കുന്നത്. റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ മനോഹരമായ റൂമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതാ ഒരു കിങ് സൈസ് ബെഡ്, ചെറിയൊരു സോഫ സെറ്റ്, അറ്റാച്ച്ഡ് ബാത്റൂം, ചെറിയ കബോർഡും സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ ഉണ്ടോ? ഇത്ര മനോഹരമായ വ്യൂ എന്ന് നോക്കിയാൽ സൂപ്പറല്ലേ. ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നാമത്തെ കാര്യം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ.
ഇവിടെ അങ്ങനെ അധികം റിസോർട്ടുകളുടേതായിട്ടുള്ള തിരക്കുകളോ കണ്ടമാനം ടൂറിസ്റ്റുകളോ ഒന്നുമില്ല. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ചെങ്കുളം ജംഗ്ഷനിൽ ഞാൻ കുറേ ഹോം സ്റ്റേകളും കുറച്ച് അധികം റിസോർട്ടുകൾ കണ്ടിരുന്നുവെങ്കിലും സാധാരണ ആ ഒരു ഇടുക്കിയുടെ അല്ലെങ്കിൽ മൂന്നാറിൻ്റെതായിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ വലിയ തിരക്കുകളില്ല. അതുകൊണ്ട് നമുക്ക് പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റേ എൻജോയ് ചെയ്യാൻ പറ്റും. പിള്ളേരൊക്കെ ഇവിടെ വന്നപാടെ തന്നെ താഴെ തകർത്തു തുടങ്ങി. നമ്മളിപ്പോൾ വന്നപ്പോൾ ഇത് 5 മണി 5:30 ആയി. എന്തായാലും മഴയൊന്നുമില്ല, അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്കൊരു ദിവസം ഇവിടെ അടിച്ച് പൊളിക്കണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൂമൊന്ന് കാണിച്ചു തരാവേ. ഇത് ബാൽക്കണി വ്യൂ ഇല്ല, പക്ഷേ അടിപൊളി റൂം തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിട്ടിലൻ റൂമാണ്. കിങ് സൈസ് ബെഡ്, അറ്റാച്ച്ഡ് ബാത്റൂം, ഇതാണ് പ്രത്യേകത. പിന്നെ ഒരു ചെറിയ കബോർഡ് കൊടുത്തിട്ടുണ്ട്, TV, ടേബിൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ കാണാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏലത്തോട്ടമൊക്കെയാണ്. ഇത് ഇവരുടെ തന്നെ ഏലത്തോട്ടമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ചുറ്റിനും വലിയൊരു കോമ്പൗണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വാഷ്റൂമൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. അപ്പോൾ വേറൊരു ടൈപ്പ് റൂമുകളിവിടെ കാണിച്ചു തരാവേ. നമ്മൾ എടുത്തിട്ടുള്ളതല്ല, എങ്കിലും ഇന്ന് കസ്റ്റമേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ റൂം. അപ്പോൾ ഇതും ഒരു കിങ് സൈസ് ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിശാലമായ സ്പേസ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വുഡൻ കോട്ടിങ്ങിലുള്ള ഫ്ലോറും പിന്നെ ഇവിടെ നിന്നുള്ള ആ വ്യൂ, ഗ്ലാസ് വ്യൂ ആണ്. നമ്മുടെ റൂം നമ്മളെടുത്തേക്കുന്ന റൂം പോലെ ബാൽക്കണി വ്യൂ ഇല്ല, പക്ഷേ ഗ്ലാസ് വ്യൂ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലാസ് തുറക്കാവുന്നതാണ്. നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കുളം ഡാം, ആ റിസർവോയറിന്ന് നമുക്ക് ഫ്രഷായിട്ട് കാറ്റ് ഈ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ മുന്നേ കാണിച്ച പോലെ തന്നെ അതാ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ ക്ലീനാണ്, നീറ്റാണ്, അടിപൊളി. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു വാഷ്റൂമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ വേണ്ടത്. അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സന്ധ്യ ആയതുകൊണ്ടും യാത്രാക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ടും ആർക്കും സ്വിമ്മിംഗ് പൂളിലൊന്നും ഇറങ്ങാനായില്ല. നമുക്ക് രാവിലെ ഇറങ്ങാവേ. നമ്മുടെ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ഡിന്നറിന് ഇവിടെ വന്നിട്ട് കഴിക്കുവാണേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് വരുമ്പം തന്നെ നമ്മൾ പറയുവാണെങ്കിൽ ഡിന്നർ നമ്മൾ പറയുന്നത് ഓർഡർ ചെയ്ത് നമുക്ക് ഈവനിങ്ങിലേക്ക് റെഡിയാക്കി വെക്കും. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും റൈസുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ്റെ ഐറ്റംസ്, നമ്മൾ ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയുള്ള ഐറ്റംസും പിന്നെ ചിക്കൻ്റെ കുറച്ച് നമ്മൾ എന്താ പറയുക ചില്ലി ചിക്കൻ ടൈപ്പും ഗ്രീൻ സാലഡ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളാണേലും വന്നു കഴിയുമ്പോൾ തന്നെ ചെക്ക് ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇവർ ചോദിക്കേണ്ടത് ഇന്ന എന്താ വേണ്ടതെന്നുള്ളത് അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ്ങിലേക്ക് ഇവർ റെഡിയാക്കി വെക്കും. സെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് കഴിക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നെങ്കിൽ റൂമിലേക്ക് വേണമെങ്കിൽ സെർവ് ചെയ്ത് തരും. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഇതാ ബാൽക്കണിയിലേക്ക് എല്ലാവരും ഇറങ്ങിയിട്ടാണുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ രാവിലെ ചെറുതായിട്ടൊരു കോടയൊക്കെ കയറിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. രാത്രിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല തണുപ്പും അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. ആ ഡാമിൻ്റെ മറുപുറത്തുള്ള മലയക്കൂടെ കോട കയറുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. മീമി അവിടെ ഉണ്ട്, ഇതല്ലേ? ഇപ്പോൾ ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്ന ഒരു നട്ട്സ് പരിചയപ്പെടാവേ. മെക്കഡാമിയ നട്ട്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് പൊളിക്കാനായിട്ട് ഇത് ഒരു കീ ഒക്കെ തന്നിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇത് ഞാൻ അബുദാബി ലുലുവിൽ നിന്ന് കഴിഞ്ഞ ദിവസം മേടിച്ചാണ്. ഇതിപ്പോൾ 1/2 കിലോയ്ക്ക് ഇതിനകത്ത് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 27 ദിർഹം, ഏകദേശം ഒരു 550 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ 1 കിലോയ്ക്ക് ഏകദേശം ഒരു 1200 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. ഇത് പൊളിച്ച് കാണിക്കാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം എടുത്തു. ഇതുണ്ടോ, ഇത് എടുത്തു കഴിയുമ്പം നമുക്കിത് ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത്. നമ്മൾ എന്ത് കളിച്ചാലും കൈ കൊണ്ട് കളിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടൂല, ഭയങ്കര സ്ട്രോങ് ആണിത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കീ തന്നേക്കുന്നത്. ഈ കീ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിങ്ങ് പോരും. ആണോ, നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ പൊട്ടി 2 പീസായിട്ട് വരിക. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇത് നമുക്കൊരു ഹേസൽനട്ടൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു സാധനമാണ്.
സ്മെല്ലിന് ഇതിനൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ഒരു സ്മെല്ലാണുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എടുത്തിട്ട് നമുക്കിത് കഴിക്കാം. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹേസൽനട്ടിൻ്റെയും ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ലോ കാർബാണ്. അപ്പോൾ കീറ്റോ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് വളരെയധികം ബെനിഫിഷ്യലാണ്. പിന്നെ ഒത്തിരി എന്തൊക്കെയോ ആൻറ്റി ഓക്സിഡൻറ്റ് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഡയറ്റിങ്ങും ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് ദിവസം ഒരു 5-6 എണ്ണം ഇത് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഇത് എവിടെ മേടിക്കാൻ കിട്ടുമെന്നുള്ള എനിക്കറിയില്ല. നാട്ടിൽ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്യും കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള സാധനമാണ് മെക്കഡോമിയ നട്ട്സ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല മഴയായിട്ടാണുള്ളത്. അപ്പോൾ നമ്മളെന്നാൽ രാവിലെ തന്നെ സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ ഇറങ്ങിയേക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പിള്ളേരൊക്കെ റെഡി ആയിട്ട് വന്നായിരുന്നു. അന്നേരത്തേക്കും മഴ അങ്ങോട്ട് മൂത്തു. മഴ കഴിയുന്നിടം വരെ വെയിറ്റ് ചെയ്യാം, അതേ നിവൃത്തിയുള്ളൂ. ആ കാണുന്ന ചെടി കണ്ടോ, അത് അവക്കോടയാണ്. അതിൻ്റെ ഇപ്പുറം ഇതാ ജാതിയുണ്ട്, പ്ലാവുണ്ട്. ഇതാ അവക്കോടയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളത് പേരയാണ്. ഒരുവിധപ്പെട്ട ഫ്രൂട്ട്സ് ഐറ്റംസും ഇങ്ങനത്തെ സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കതാ ഏലത്തോട്ടം കാണാം. ഏലം ആ കെട്ടിമറച്ചേക്കുന്നതിൻ്റെ ബാക്കിൽ കാണുന്ന ഏലമാണ്. ഇടയ്ക്കോടെ പ്ലാവുകളുണ്ട് ഇഷ്ടം പോലെ. നമ്മളാ കാണുന്നിടത്താണ് നമുക്ക് രാവിലെ തന്നെ ബോട്ടിങ്ങിന് പോകേണ്ടത്. മഴ തോരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണേ. ഇപ്പോൾ ഇത്തിരി തോർന്ന് തുടങ്ങിയിട്ടുണ്ട്. കിട്ടിയ ഗ്യാപ്പിൽ എന്തായാലും നമുക്ക് ആദ്യം തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയേക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ബൊഫേ സിസ്റ്റമാണ്. നമുക്കിന്ന് പൂരിയും ഇഡ്ഡലിയൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് കണ്ട ചെങ്കുളം റിസർവോയറില്ലേ, അവിടെ നമ്മൾ ചെറിയൊരു ബോട്ടിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് റിസർവോയറിലേക്ക് നേരെ ചെല്ലാം. ഒന്ന് പോയി നോക്കാം. അത്യാവശ്യം ചെറിയൊരു പാർക്കും കൂടെ ഉണ്ട് കേട്ടോ. ഇതെനിക്കറിയില്ലായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ആക്ടിവിറ്റിക്കുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടാണ് ഉള്ളത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കയറിയതാണ്. അടിപൊളി കേട്ടോ. ബോട്ടിങ് എന്തായാലും എല്ലാവരെയും നന്നായി ത്രില്ലടിപ്പിച്ചു. നല്ല സ്പീഡ് ബോട്ടിങ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. അങ്ങനെ സ്പീഡ് ബോട്ടിങ് കഴിഞ്ഞാൽ മേളോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഇവിടെ ഫിഷ് സ്പാ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഫിഷ് സ്പാ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ചോദിച്ചു നോക്കിയപ്പോൾ റേറ്റും ന്യായമായ റേറ്റേ ഉള്ളൂ. 10 മിനിറ്റത്തേക്ക് 150 രൂപ. അപ്പോൾ എല്ലാവരും നേരത്തെ പിടിച്ചങ്ങ് സ്പാ ചെയ്യണേ. അതായി കാണുന്നത്. സ്പീഡ് ബോട്ട് കൂടാതെ ഇവിടെ പെഡൽ ബോട്ടിംഗ് ഉണ്ട്. ഈ പെഡൽ ബോട്ട് നമ്മൾ ബെൽവിതാരയിൽ റൂം എടുക്കുന്നവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവരെടുത്ത് തരുന്നുണ്ട് കേട്ടോ. നമ്മളല്ലാതെ എടുക്കുവാണെങ്കിൽ 4 പേർക്ക് 400 രൂപയാണ് വരുന്നത്. നമ്മൾ ആദ്യം എടുത്ത സ്പീഡ് ബോട്ടിന് 5 പേർക്ക് 1000 രൂപയെ വന്നിട്ടുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. അധികം തിരക്കുകളൊന്നും ഇല്ലാതെ. വേറെ റിസർവോയർ കൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഇത് കൂടുതൽ പൈസ വരെ ചാർജ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല നമുക്ക് 2 റൗണ്ട് ഫുള്ള് ഇവർ അടിച്ച് തരുന്നുണ്ടേ. വളരെയധികം നമ്മൾ എൻജോയ് ചെയ്തു. ഇവിടെ വരുമ്പോൾ നിങ്ങൾ സ്പീഡ് ബോട്ട് ഒന്ന് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബെൽവിതാരയിലെ ഒരു നൈറ്റ് സ്റ്റേ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാണേ. അപ്പോൾ ഈ ട്രിപ്പിൽ നമ്മൾ ഫുൾ ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത്. ചാച്ചനുണ്ട്, അമ്മയുണ്ട്, റിൻറ്റു,
നമ്മൾ 3 പിള്ളേർ, സെറ, കാതറിൻ, ജൂഡ്. അപ്പോൾ ഞങ്ങൾ ഇത്ര പേരോടെയാണ് ട്രിപ്പിന് ഫുൾ ഫാമിലി ആയിട്ട് മൂന്നാറിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് മൂന്നാർ വന്നത് കല്യാണം കഴിഞ്ഞ് ഞാനും റെൻറ്റും കൂടെ വന്നത് 2013 വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-11 വർഷം കഴിഞ്ഞു. ഇപ്പോഴത്തേക്കും ഫാമിലിയൊക്കെ വലുതായി. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ജോയ്ഫുൾ ട്രിപ്പായിരുന്നു. സ്റ്റേ അടിപൊളിയാണ്. സ്റ്റേയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. വളരെ ക്ലീനാണ്, നീറ്റാണ്, ഫുഡ് അടിപൊളിയാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മുടെ ഈ വീഡിയോ, ഈ കൊച്ചു വീഡിയോ, ബെൽവെദാരയുടെ വീഡിയോയും ഈ ഒരു ട്രിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.